അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ എൻ്റെ എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കൽ കഴിഞ്ഞു. ഇന്നത്തെ കറിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാതും ഇങ്ങനെ ഒരുക്കി വെക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ചായപ്പൊടി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചായ ഇറക്കി വെച്ചിട്ടേ കുറച്ച് പരിപ്പ് അങ്ങ് കയറ്റി വയ്ക്കാം. പരിപ്പ് കുറച്ചല്ല, പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. എന്നാൽ സ്പെഷ്യലൊന്നുകളൊന്നുമില്ല. നല്ലൊരു കുറേ നാളായി സാമ്പാറൊക്കെ വെച്ചിട്ട് ഇത് സ്പെഷ്യൽ സാമ്പാർ, വെറുതെ എൻ്റെ സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പിന് ഉള്ള കുക്കർ അടപ്പത്ത് കയറ്റി വെച്ച് ചായ ഇങ്ങോട്ട് ഇറക്കി വെച്ചു. ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചക്കക്കുരും കോവയ്ക്കും കൂടിയിട്ട് ഒരു നാടൻ ഉപ്പേരിയാണ്. ആദ്യം ചക്കക്കുരു ഒന്ന് നമുക്ക് വേവിച്ച് വെക്കണം. അതിന് ശേഷം കോവയ്ക്ക് ഇട്ടിട്ട് കറി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. സാമ്പാർ, ചക്കക്കുരും കോവയ്ക്കും കൂടി ഉപ്പേരി, അങ്ങനെ അടിപൊളി വിഭവസമൃദ്ധമായ ഒരു സദ്യ പോലെ കഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ വിട്ടുപോയി. വൈകിട്ട് ഞാൻ ഇന്നലെ ചക്ക പഴുക്കാനായിട്ട് ഇന്നാളെ ഉണ്ടാക്കിയൊരു ചക്ക ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പഴുത്തു. അപ്പോൾ അതിൽ ഞാൻ ചക്കട ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു കേട്ടോ. വൈകിട്ട് ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല. സത്യം നല്ല ചൂടും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് ഉച്ചനേരത്തൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചക്കട ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. സാധാപോലെ വെറുതെ ചക്കയും നാളികേരും ശർക്കരയും ഇത്തിരി ഉപ്പും ചേർത്തിട്ടുള്ള ചക്കടയാണ്. ഇത്തിരി ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും നെയ്യൊന്നും ചേർത്തിട്ടില്ല. കാരണം ധാരാളം കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നെയ്യുടെ അംശം ഉണ്ടായിട്ട് ഇനി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും വരണ്ടല്ലോ. അപ്പോൾ ആ കാരണം നന്നായി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ചക്കട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചക്കട ഉണ്ടാക്കാൻ ഈസിയാണല്ലോ. ഞാൻ വീഡിയോ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കട എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു 3-4 എടുത്ത് കഴിച്ചു. രാത്രിയിലേക്ക് ആയാലൊക്കെ ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കഴിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോവാം. അങ്ങനെ ഞാൻ പരിപ്പൊക്കെ അടപ്പത്തേക്ക് വെച്ചു, പെട്ടെന്ന് പണികളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് സൂസിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയിട്ട്, സൂസിക്ക് 7 മണിയാകുമ്പോഴാണ് നമ്മൾ ഫുഡ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ സൂസി സുന്ദരി എന്നൊക്കെ ഞാൻ വിളിക്കും. അപ്പം അങ്ങനെ സുന്ദരി അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കൊടുത്തിട്ടതിന് ശേഷം ഞാൻ തിരിച്ചെത്തി. പിന്നെ ഇതാ വേഗം തോരൻ ഉണ്ടാക്കിയിട്ട് പയർ മുളപ്പിച്ച തോരനാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ് കേട്ടോ പയർ മുളപ്പിച്ച തോരന്. അത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് എല്ലാവരും മുളപ്പിച്ച സംഭവങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും. എന്നോട് പറഞ്ഞിട്ട് കുറേ നാളെ ഡോക്ടർ. ഇവിടെ പയറെന്നേ എപ്പോഴും ഈ പയറുള്ളൂ. ചക്കക്കുരും കോവയ്ക്കും ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കും. ചുവന്നുള്ളിയും മുളക് പൊടിയും മാത്രം ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി ഒരു ഉപ്പേരി കൂട്ടാനായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. മറ്റേത് തോരനാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലിത്തിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തോരനിൽ ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടത്, അല്ല ഒരു സ്വാദൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരും കോവയ്ക്കും ഉപ്പേരി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ചക്കക്കുരൊക്കെ ധാരാളം കഴിച്ചോളൂ കേട്ടോ. എല്ലാവരും കഴിഞ്ഞു. സാമ്പാർ വയ്ക്കൽ കഴിഞ്ഞു, ഉപ്പേരി വയ്ക്കൽ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളുടെ പരിപാടികൾ ആരംഭിക്കുകയായി. എന്നിട്ട് വെറുതെ നടക്കുക അതിനൊന്നല്ല. ചോറ് കറികൾ പിന്നെ പഴം പുഴുങ്ങിയതൊക്കെയാണ് കഴിക്കുന്നത്. കഴിക്കാം കേട്ടോ. ഞാൻ സാമ്പാർ വെച്ചത് കഴിച്ചു തരാം. മത്തങ്ങയും തക്കാളിയും പരിപ്പും ചേർത്തുള്ള സാമ്പാർ. അല്ലേ, ഞാനിവിടെ ഇരുന്ന ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ മുകളിലാണ്. മുകളിൽ എന്താ പറയുക, രാവിലെ എണീറ്റപ്പോൾ ഉഷാറ് തോന്നിയില്ല. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുകളിലൊക്കെ പോയി കിടക്കുകയാണ്. പിന്നെ പുറത്ത് സിറ്റ് ഔട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കാറ്. കണ്ണടയുള്ള കാരണം എൻ്റെ മോന്തിയൊന്നും കാണാനില്ല. ആ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇരിക്കാറ്. പക്ഷേ അവിടെ സുന്ദരിയുള്ള കാരണം സുന്ദരിക്ക് ഏത് നേരം എന്താ പറയുക പാപ്പം പറയാം. അവൾ ഫുള്ള് അവിടെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അടിച്ച് കഴുകാനൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ കാരണം സുന്ദരിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവളവിടെ റെസ്റ്റ് ചെയ്തോട്ടെ വിചാരിച്ചിട്ട് ബിസ്ക്കറ്റ് കൊടുത്തില്ലോ കാലത്ത്. അപ്പോൾ ഞാൻ അവിടെ ഇത് ചായ കുടിക്കാൻ വിചാരിച്ചു. പിന്നെ അവൾ കാലിനുള്ളിൽ കൂടെയൊക്കെ പോയി. എനിക്കതൊക്കെ ഇത്തിരി പേടിയാണ്. കാലിനുള്ളിൽ കൂടെയൊക്കെ ഇറങ്ങണതും പോകണമെന്നൊക്കെ എനിക്ക് ഇത്തിരി പേടിയാണ്. ചക്കക്കുരു നമ്മൾ പഴുത്ത ചക്ക അത് ഇന്നാൾ ഇട്ടില്ലോ, ചക്ക കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ചക്കയുടെ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ ഈ വേനൽക്കാലം ആകുമ്പോഴേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ഫ്രീ ആയിട്ട് നിന്ന് ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പണികളെടുക്കാനാണ് എനിക്ക് സൗകര്യം.
അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയാണ് ഡ്രസ്സുകൾ ഇട്ട്, പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴാണ് നല്ല ഡ്രസ്സ് ഇടുക, പിന്നെ ഇടും വീട്ടിലിടും ഡ്രസ്സുകൾ ഇഷ്ടം പോലെയാണ്. പക്ഷെ എനിക്കത് പണികൾ എടുക്കുമ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടല്ല അത് ഇടാനായിട്ട്. പണികൾക്ക് ഇടുമ്പോഴൊന്നും ഞാൻ ഒട്ടും കംഫർട്ടല്ല. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. ഡ്രസ്സുകൾ മാറണം, ഡ്രസ്സുകൾ പുതിയത് വേറെ ഡ്രസ്സുകൾ മാറി മാറി ഇടണം. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്നെ വീഡിയോയിൽ കാണിക്കാതെ വീഡിയോയുടെ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് പോകുന്നത്. കാരണം ഞാൻ കുറച്ച് ഭയങ്കര ഇത്തിരി ചൂട് കൂടുതലാണ്, ഭയങ്കര ചൂടും പുകയൊക്കെ കൂടുതലുള്ള ആളാണ്. അപ്പോൾ എനിക്കത് കംഫർട്ടല്ല, ഞാൻ ഒട്ടും കംഫർട്ടല്ല അങ്ങനെ ഡ്രസ്സുകൾ ഇട്ടിട്ട് നടക്കാനായിട്ട് ഒട്ടും കംഫർട്ടല്ല. അപ്പോൾ അതുകൊണ്ടാണ് പണികളെടുക്കുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പണികളെടുക്കുമ്പോൾ ഞാൻ ഒട്ടും സുഖമില്ല, എനിക്ക് പല കാര്യങ്ങളും ഞാൻ മറക്കും. അപ്പോൾ എനിക്ക് എന്താ പറയുക, അതുകൊണ്ടാണ് ചുരിദാർ ഇടലില്ല. കാരണം എനിക്ക് ഇവിടെ വയറ് ഉള്ള കാരണം എനിക്ക് ഇങ്ങനെ വയർക്കണ കാരണം ഒരു അസ്വസ്ഥതയാണ്, എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചുരിദാറൊക്കെ ഇടുമ്പോൾ ഉള്ള വീഡിയോസ് മാത്രമായിട്ട് ഞാൻ പലപ്പോഴും പോസ്റ്റ് ചെയ്യണതും, പിന്നെ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ ഞാൻ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പം നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഒരു കംഫർട്ട് ഇതുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ആ ഒരു ഇതല്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ എന്താ പറയുക, കുറച്ചൊക്കെ നമുക്ക് തുണിയില്ലാതെ അല്ല, നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷെ എപ്പോഴും ഇങ്ങനെ നമ്മൾ കരിമ്പനെടുത്തിട്ടും അങ്ങനത്തെ അതെന്ന് വെച്ചാൽ കഴുകി ഒരു ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഇടാനാണ് എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ. പിന്നെ എപ്പോഴെപ്പോഴും അത് തെറിച്ച് എല്ലാ ഡ്രസ്സും മോശമായിക്കൊണ്ടിരിക്കാറ്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ ഇതിനു വേണ്ടി വാങ്ങിച്ചു കൂട്ടുന്ന ഒരാളാണ്. വീട്ടിലിടാൻ വേണ്ടി ഡ്രസ്സുകളല്ല, ഞാൻ പുറത്തേക്ക് പോകാനുള്ള ഡ്രസ്സുകളാണ് കൂടുതലും വാങ്ങിക്കാറ്. പിന്നെ വല്ല ടീഷർട്ട്, എനിക്ക് ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കോട്ടൺ ആയിരിക്കണം, ഭയങ്കര കോട്ടൺ ടീഷർട്ടുകളാണ് എനിക്ക് പറ്റുള്ളൂ. അതോ എന്നാലും എനിക്ക് എയർ കയറുള്ളേ, എയറിൻ്റെ ഒരു ഇത് ആവി എടുക്കും എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ. ഒന്നാമത് കിച്ചണിൽ ഇവിടെ എന്താ പറയുക, ജനാലൊക്കെ നമ്മൾ ആ ജനാല നമ്മൾ എപ്പോഴും തുറന്നിടില്ല, പേടിയാണ്. കാരണം അതിൻ്റെ അപ്പുറത്തൊക്കെ കാടും ഇത് നമുക്ക് എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് അതൊക്കെ ഒരു ഭയങ്കര പേടിയാണ്. പിന്നെ അവിടെ നിറച്ച് മേശയും ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വല്ലതും വരുമോ എന്നുള്ള ഒരു പേടി. അതൊക്കെ അടച്ചിട്ടിട്ടാണ് ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യണത്. പിന്നെ നമ്മുടെ ഈ ഹാളിലെ ജനാലയും ഇവിടെ ഇങ്ങോട്ട് ഈ നമ്മൾ തെക്കോട്ടത്ത് പോകുന്ന ജനാലി മാത്രം അല്ല, വാതിൽ മാത്രം തുറന്നിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കര ചൂടാണ്. പിന്നെ അവിടെ ലൈറ്റും കൂടി ഇടുമ്പോൾ എനിക്ക് ചൂട് അസഹനീയമായ ചൂടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ഓരോന്ന് എഴുതുന്നതാണ്. പിന്നെ ഇപ്പോൾ ചായ കുടിക്കാം, പിന്നെ ഫുഡുകളൊക്കെ ഉണ്ടാക്കില്ലേ, ചോറൊക്കെ ഇറക്കി വെച്ചു. അപ്പോൾ ഇനി ഫാനിൻ്റെ ചൂട്ടിൽ പോയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ചൂടുള്ളത് കൊണ്ടേ. പിന്നെ ഇനിയിപ്പോൾ മുറ്റടിക്കലൊക്കെ വൈകിട്ടാണ്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ മുറ്റടിച്ച് വാരിയത്, ഒരു സൈഡ് മാത്രമായിട്ട്. വയ്യാതെയായി ശരിക്കും പറഞ്ഞാൽ 5:30 അങ്ങോട്ടാണ്, 5:30 എന്ന് പറഞ്ഞാൽ വെയിലുണ്ടായിരുന്നേ, 5:30 ഞാൻ മുറ്റടിക്കാൻ തുടങ്ങിയത്. 6:30 ആകുമ്പോഴേക്കും കഴിഞ്ഞു. പക്ഷെ എനിക്ക് 6:30 കഴിഞ്ഞെങ്കിലും എനിക്ക് പറ്റാതെ വയ്യാതെ ഞാൻ ഫുള്ള് തീകൊക്കെ കത്തിച്ചിട്ടു. എന്നിട്ട് നല്ല ചൂടും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനതൊരു ഇതുണ്ട്. അപ്പോൾ കാരണം ഞാൻ അതൊന്നും ചെയ്യലില്ല. അപ്പോൾ കുക്കിങ് മാത്രം കാണിക്കണത് ഇതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഈ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ആ നീല ടീഷർട്ടാണ് ഞാൻ എൻ്റെ പണി സ്ഥലത്തേക്ക് ഇടുന്ന വസ്ത്രങ്ങൾ. അപ്പോൾ ഇതാണ്. പിന്നെ നമ്മളത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ ടിപ്പായിട്ട് ഇരിക്കും. പിന്നെ വെറുതെ കെടുക്കാണ്. ആ കെടുക്കുന്നത് നമുക്ക് വെറുതെ ഫാൻ്റെ ചുള്ളിൽ ഇരിക്കുകയല്ലേ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല, പല്ലിച്ച് കഴുകി പിന്നെ അടുക്കളയിലേക്ക് കയറാം. ഞാൻ പണികൾ കഴിഞ്ഞിട്ട് തന്നെ കുളിക്കാറുള്ളൂ. എന്താ പറയുക, ഞാൻ ഇങ്ങനെ തന്നെ അല്ലാണ്ട് നമ്മളല്ലേ. ഇനിയിപ്പോൾ എന്താ പറയുക, വലിയ കുളിയൊക്കെ എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ അങ്ങനെയാട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അവർ എന്താ പറയുക പണികൾ അടുക്കളയിൽ കയറുള്ളൂ. കുളിക്കണേക്കാൾ അതിന് മുമ്പ് അടിച്ചു വാരി തുടയ്ക്കും, ഒന്ന് തുടയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ഞാൻ ഒറ്റ പ്രാവശ്യം തുടയ്ക്കുള്ളൂ, അകത്ത് കയറി ഫുഡ് ഉണ്ടാക്കുള്ളൂ. അത് കഴിഞ്ഞ് കുളിച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കുള്ളൂ. എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ചില നേരത്ത് കുളിക്കാതെയും ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. എനിക്ക് ഭക്ഷണം അങ്ങനെ ഇറങ്ങായിക്കൊന്നുമില്ല. എനിക്ക് കുളിച്ചില്ലെങ്കിൽ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കും. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ഫുഡൊക്കെ എടുത്ത് കഴിക്കും. അപ്പം അങ്ങനെ ഞാൻ വലിയ അങ്ങനെ എന്താ പറയുക, വലിയ അങ്ങനത്തെ കൂടെ സ്ത്രീയൊന്നുമല്ല.
അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പണികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ രാവിലത്തെ കുറച്ച് പഴം ഒഴുകിയതും ഇതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ സിമ്പിളായിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ പഴങ്കഞ്ഞിയായിരിക്കും നമ്മൾ കുടിക്കുക. അപ്പോൾ അതാണ് നമ്മൾ കഴിക്കുക. രാത്രിയിൽ ചോറ് വേവിച്ച് വെച്ചിട്ട് പഴങ്കഞ്ഞിയായിട്ട് കുടിക്കും. അപ്പോൾ അങ്ങനെയും ഒക്കെ ആകുമ്പോൾ സുഖമായിട്ട് നമ്മുടെ കാര്യം. ഇന്നലെ ഞാൻ ഫുള്ള് പഴങ്കഞ്ഞി തന്നെയായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് ഒക്കെ പഴങ്കഞ്ഞിയായിരുന്നു. രാത്രിയിൽ പിന്നെ ഞാനിപ്പോൾ 5 മണി വരെ ഞാൻ ഫുഡ് കഴിക്കുന്നുള്ളൂ. 5 മണിക്ക് ശേഷം ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. കുറച്ച് കൺട്രോൾ ചെയ്യാന്ന് വെച്ചിട്ട് എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ വലിയ വണ്ണം കുറഞ്ഞതൊന്നും തോന്നിയില്ലെങ്കിലും ഞാൻ നന്നായിട്ട് അത്യാവശ്യം വണ്ണം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശ്വാസമൊക്കെ വലിക്കാൻ പറ്റുന്നുണ്ട്. വലിയ വയറായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത് കുറച്ച് നാളുടനെ വരെ. അപ്പം അതിനൊക്കെ കുറച്ചൊക്കെ ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ദിവസം ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ. ടാറ്റാ.